Dear students, now I wish to discuss methods for determining this deflection of beam. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു രണ്ട് മെത്തേഡ് ഉണ്ട്. അതിലൊന്ന് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡും രണ്ടാമത്തെ ഏരിയ മൊമെൻറ്റ് മെത്തേഡുമാണ്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫ്ലക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ബെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ് വെച്ചിട്ട് ഡിഫ്ലക്ഷൻ കാണുവാണ്. അപ്പോൾ അതിനുള്ള സൈൻ കൺവെൻഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. സൈൻ കൺവെൻഷൻ ടു ഫൈൻഡ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ബീം ഈസ് ടേക്കൺ ആസ് ഒറിജിൻ, അല്ലേ? അതായത് ഒരു ബീമിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒറിജിനായിട്ട് കണക്റ്റ് ആയിരുന്നു. അതായത് ഈ സൈഡ് ഒറിജിനായിട്ട് കണക്റ്റ് ആയി, ലെഫ്റ്റ് ഒറിജിനായിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ എക്സ് ഈസ് പോസിറ്റീവ് വെൻ മെഷേർഡ് ലെഫ്റ്റ് ടു റൈറ്റ്. ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ് പോസിറ്റീവാണ്. വൈ ഈസ് നെഗറ്റീവ് വെൻ മെഷേർഡ് ഡൗൺവേർഡ്സ്. വൈ നെഗറ്റീവ്, താഴോട്ടാവുമ്പോൾ നെഗറ്റീവ്, വൈ നെഗറ്റീവ്. പിന്നെ സാഗിങ് മൊമെൻറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഹോഗിങ് മൊമെൻറ്റ് ഈസ് നെഗറ്റീവ്. സാഗിങ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മൊമെൻറ്റ്, താഴേക്ക് വരുന്ന മൊമെൻറ്റ് പോസിറ്റീവും ഇങ്ങനെ ഹോഗിങ് ആയി കിടക്കുന്നത് നെഗറ്റീവ് ആണെന്നാണ് അസംഷൻ. സൈൻ കൺവെൻഷൻ. സ്ലോപ്പ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് ആൻഡ് റൊട്ടേഷൻ ഈസ് വെൻ റൊട്ടേഷൻ ഈസ്. സ്ലോപ്പ് നെഗറ്റീവ് ആയിട്ടും പിന്നെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആകുമ്പോൾ. സ്ലോപ്പ് നെഗറ്റീവ് ആണ് വെൻ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആകുമ്പോൾ. അതാണ് സൈൻ കൺവെൻഷനിൽ വരുന്നത്, അല്ലേ? ഒന്നുകൂടിയും പറയാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ബീം ഈസ് ടേക്കൺ ആസ് ഒറിജിൻ. എക്സ് ഈസ് പോസിറ്റീവ് വെൻ മെഷേർഡ് ലെഫ്റ്റ് ടു റൈറ്റ്. വൈ ഈസ് നെഗറ്റീവ് വെൻ മെഷേർഡ് ഡൗൺവേർഡ്സ്. സാഗിങ് മൊമെൻറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഹോഗിങ് മൊമെൻറ്റ് ഈസ് നെഗറ്റീവ്. സാഗിങ് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത്, ഹോഗിങ് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത്. അത് സ്ലോപ്പ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ് വെൻ റൊട്ടേഷൻ ഈസ് ക്ലോക്ക് വൈസ്. ഇനി ഇതിലുള്ള മെത്തേഡാണ് നമ്മൾ പറയുന്നത് ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡ്, അല്ലേ? ഇൻ ദി പ്രീവിയസ് ആർട്ടിക്കിൾ വി ആർ ഡിറൈവ്ഡ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ EI d² y dx² എന്ന് പറഞ്ഞ മൊമെൻറ്റ് ആണെന്നുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തായിരുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ദ എബോവ് ഇക്വേഷൻ വി ഗെറ്റ് EI dy/dx ഇൻ്റഗ്രൽ m. ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഇതിവിടെ ഈ ഇക്വേഷൻ്റെ ഈ ഡബിൾ ഇൻ്റഗ്രേഷൻ്റെ ആ സംഭവം പോയി പോവും, അല്ലേ? അങ്ങനെ അപ്പോൾ അത് dy മാത്രമായി മാറും ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ dy പോവും, പിന്നെ EI y എന്ന് മാത്രമാവും. ഇപ്പുറത്ത് ഡബിൾ ഇൻ്റഗ്രൽ m വരും. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. ആദ്യം അങ്ങനെ 5 കേസസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഡബിൾ ഇൻ്റഗ്രേഷനിൽ. ആദ്യം നമ്മൾ ചെയ്യുന്നത് കാൻഡിലിവർ വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദി ഫ്രീ എൻഡ്, അല്ലേ? ആദ്യം നമ്മൾ ചെയ്യുന്നത് കാൻഡിലിവർ വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദി ഫ്രീ എൻഡ്, ഇതാണ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ കാൻഡിലിവർ ക്യാരിയിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓൺ ദി എൻറ്റയർ ലെങ്ത്തിൽ, ഈ ബീമിൻ്റെ എൻറ്റയർ ലെങ്ത്തിൽ UDL വരുന്നത്. കാൻഡിലിവർ വിത്ത് എ പോയിൻറ്റ് ലോഡ് W അറ്റ് എ ഡിസ്റ്റൻസ് L1 ഫ്രം ദി ഫിക്സ്ഡ് എൻഡ്. പിന്നെ മൂന്നാമത്തെ ഒരു L1 ഡിസ്റ്റൻസിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ്, ഒരു പോയിൻറ്റ് ലോഡ്. പിന്നെ നാലാമത്തെ കാൻഡിലിവർ പാർഷ്യൽ ലോഡ് വിത്ത് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് W പെർ യൂണിറ്റ് ലെങ്ത് ഫ്രം ദി ഫിക്സ്ഡ് എൻഡ് ഫോർ എ ലെങ്ത് ഓഫ് L1, അല്ലേ? ഒരു ഒറിജിനിൽ നിന്ന് കുറച്ചിരി മാറിയിട്ട് കുറച്ച് ഏരിയ UDL വരുന്നത്. പിന്നെ അഞ്ചാമത്തെ കാൻഡിലിവർ ഓഫ് ലെങ്ത് L ക്യാരിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് W പെർ യൂണിറ്റ് ലെങ്ത് പാർഷ്യലി ഓവർ എ ലെങ്ത് L - L1 ഫ്രം ദി ഫ്രീ എൻഡ്. നാലാമത്തെ പറഞ്ഞ കേസ് ഒറിജിനിൽ തന്നെ കുറച്ച് ഭാഗം UDL വരുന്നതാണ്. അഞ്ചാമത് പറഞ്ഞ കേസ് ഒറിജിനിൽ ഇത്തിരി മാറിയിട്ട് ഈ എൻഡിലേക്ക് നാലാമത് പറഞ്ഞ കേസ് ഒറിജിനിൽ തന്നെ ഇങ്ങനെ കുറച്ച് ഭാഗം UDL വരുന്നത്. അഞ്ചാമത് പറഞ്ഞ കേസ് ഇവിടെ ഈ തറ്റത്ത് UDL വരുന്നത് കുറച്ച് ഭാഗം.
അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇത് ഡിസ്കസ് ചെയ്യാണ്. ഒന്നാമത്തെ ക്യാൻഡിലിവർ വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദി ഫ്രീ എൻഡ് അല്ലേ. ക്യാൻഡിലിവർ വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദി ഫ്രീ എൻഡ്. ഇതാണ് ഫിഗർ. ഇതാണ് ഇവിടെയാണ് ഡിഫ്ലക്ഷൻ വരുന്നത്. ഇവിടെ W ലോഡ് താഴോട്ട്, ഇവിടെയാണ് ഡിഫ്ലക്ഷൻ വരുന്നത്. ഇത് L-X ആണ്, ഇത് X ആണ്. ഡിഫ്ലക്ഷൻ YB എന്ന് പറഞ്ഞാൽ Ymax അല്ലേ. അപ്പോൾ അത് എടുക്കുമ്പോൾ M എന്ന് പറഞ്ഞാൽ EA d²y/dx² ആണ് നമുക്കറിയാം. അപ്പോൾ M മൊമെൻറ്റ് നമ്മൾ കാണുകയാണെങ്കിൽ മൈനസ് W × L-X അല്ലേ അല്ലേ. ഈ താഴോട്ടായതുകൊണ്ട് W മൈനസ് W × ഈ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L-X അങ്ങനെ വരില്ലേ. അപ്പോൾ അത് അകത്തേക്ക് കൊടുക്കുമ്പോൾ -WL + WX എന്ന് വരും. പിന്നെ EA d അങ്ങനെ ഈ M എന്ന് പറഞ്ഞാൽ EA d²y/dx² ആണ്. അത് വെച്ച് ഇതാക്കുമ്പോൾ അത് ഇൻ്റഗ്രേറ്റ് ഇക്വേഷൻ നമ്പർ 1 ഒരു പ്രാവശ്യം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ EA dy/dx - WLX LX എന്ന് വരും ഇവിടെ. കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അവിടെ LX വരും. WX² + E1 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റൻറ്റ് വരും അല്ലേ. അറ്റ് ദി ഫിക്സഡ് എൻഡ് x = 0. ഫിക്സഡ് എൻഡിൽ x 0 ആണ് അല്ലേ. ഫിക്സഡ് എൻഡിൽ x 0 ആണ് അല്ലേ. ഈ ഫിക്സഡ് എൻഡിൽ x 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ dy/dx 0 അല്ലേ. അപ്പോൾ EA അവിടെ 0 വരും, ഇതും 0 ആവും, എല്ലാ ടേമും 0 ആവും, C1 മാത്രം അപ്പോൾ അതുകൊണ്ട് C1 = 0. പുട്ട് C1 ഇൻ ദി ഇക്വേഷൻ നമ്പർ 2. നമ്പർ 2ൽ 0 കൊടുക്കുമ്പോൾ അഗെയിൻ അത് C1 0 കൊടുക്കുമ്പോൾ EA dy/dx നമ്മൾ C1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് എക്സിന് 0 കൊടുത്തത്. അപ്പോൾ C1 0 ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് അഗെയിൻ ആ ഇക്വേഷൻ EA dy/dx - WLX WX²/2 എന്നുള്ള ഇത് വരും. അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അതിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യും ടു ഫൈൻഡ് സ്ലോപ്പ്. അതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ ടു ഫൈൻഡ് സ്ലോപ്പ് x = L. സ്ലോപ്പ് കാണാം x = L. dy/dx = θb. dy/dx θb എന്ന് കൊടുത്തപ്പോൾ ഈ θb ഇവിടെ ഇട്ട് കൊടുത്തു. EA θb -W എക്സിന് നമ്മൾ എല്ലും കൊടുത്തു, -WL² + WL²/2 അങ്ങനെ വരുമ്പോൾ ഇത് ഇക്വേഷൻ ടോട്ടലായിട്ട് ഈ ഒരു ഫുള്ള് WL² ഒരു ഹാഫ് WL² ഉണ്ട്. അപ്പോൾ അത് ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് ഒരു പകുതി മൈനസ് വാല്യൂ അവിടെ വരും. അപ്പോൾ θb = -WL²/2 EA നമുക്ക് കിട്ടും. അത്രയും റേഡിയൻസ് ആണെന്ന് കിട്ടും സ്ലോപ്പ്. അത്രയും റേഡിയൻസ് ആണെന്ന് കിട്ടും. നമ്മൾ ഇൻ്റഗ്രേറ്റ് ഇക്വേഷൻ 3 ഒരു പ്രാവശ്യം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യും നമ്മുടെ ഇക്വേഷൻ 3 മുമ്പ് കണ്ടില്ല. ഇക്വേഷൻ ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തൊരു മൂന്നാമത്തെ ഇക്വേഷനിൽ അത് ഒരു പ്രാവശ്യം ചെയ്തോളൂ. ഒരു പ്രാവശ്യം കൂടി ചെയ്യുമ്പോൾ EA y എന്ന് വരും. dy/dx പോവും, y എന്ന് വരും. -WLX²/2 എന്ന് വരും. ഇപ്പുറത്ത് WX³/6 എന്ന് വരും. ഇവിടെ x²/2 എന്നും ഇവിടെ x³/6 എന്നും വരും അല്ലേ. ഇൻ്റഗ്രേഷൻ അറിയുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. പ്ലസ് C2 എന്ന് വരും. എക്സിന് 0 വൈക്ക് 0 എന്ന് കൊടുക്കുമ്പോൾ എക്സിന് 0 വൈക്ക് 0 കൊടുക്കുമ്പോൾ C2 0 എന്ന് നമുക്ക് മനസ്സിലാവും. ഈ C2 കാണാനും വേണ്ടി എക്സിനും വൈക്കും 0 കൊടുക്കുന്നത്. അപ്പോൾ C2 0 നമുക്ക് കിട്ടും. C2 0 നമുക്ക് കിട്ടും. അത് ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പോൾ EA y -WLX²/2 + WX³/6 എന്ന് വരും. ഇനി നമുക്ക് ടു ഫൈൻഡ് ഡിഫ്ലക്ഷൻ നമ്മൾ x = L y = Ymax എന്ന് കൊടുക്കും. അപ്പോൾ നമ്മൾ EA Ymax -WL × L
ഡബ്ല്യു എൽ ഇൻറ്റു എൽ സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ പ്ലസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6 എന്ന് വരും. അപ്പോൾ മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 2 പ്ലസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 6 എന്ന് വരും. അങ്ങനെ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇ ഐ വൈ മാക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3 എന്ന് വരും. അത് വൈ മാക്സിന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ വൈ മാക്സ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3i എന്ന് വരും അല്ലേ. നമ്മൾ ഡിഫ്ലക്ഷൻ കാണാൻ എക്സിന് എല്ലും വൈക്ക് വൈ മാക്സും കൊടുത്തു. നമ്മൾ സ്ലോപ്പ് കാണാൻ എക്സിന് എല്ലും ഡി വൈ ബൈ ഡി എക്സിന് തീറ്റ ബി എന്നും കൊടുത്തു എന്ന് ശ്രദ്ധിക്കുക. ബാക്കി വരുന്ന കേസസ് നമുക്ക് റിമൈനിങ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യാം. ഈ അഗെയിൻ ഞാൻ പറയാണ്, ഇതിൻ്റെ കോൺസെൻട്രേറ്റഡ് ലോഡ്, അതായത് കാൻഡിലിവർ വിത്ത് എ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദി ഫ്രീ എൻഡിൽ വൈ മാക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3i ഇ ഐ ആണ്. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ തന്നെ സെമസ്റ്റർ എക്സാമിന് വരും, അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് വരും. പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം പറയാം, സ്ലോപ്പ് കാണാൻ വേണ്ടി ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം സ്ലോപ്പ് കാണാൻ വേണ്ടി എക്സിന് എല്ലും ഡി വൈ ബൈ ഡി എക്സിന് തീറ്റ ബിയും കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ആ മൂന്നാമത്തെ ഇക്വേഷൻ ഒരു പ്രാവശ്യം കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എക്സിന് ഡിഫ്ലക്ഷൻ കാണാൻ എക്സിന് എല്ലും വൈക്ക് വൈ മാക്സ് എന്ന് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വൈ മാക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3i എന്നും തീറ്റ ബി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2i റേഡിയൻസ് എന്നും കിട്ടും. This is all about today's presentation. Thank you.